അല്ല ഫ്രണ്ട്സ്, 3-4 മാസമായിട്ട് സ്റ്റാർട്ടാവാതെ കിടന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് കാരണമൊക്കെ ആയിട്ട് സൈഡാക്കി ഇട്ടായിരുന്ന വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ടാങ്കിലെ പമ്പ് വർക്ക് ചെയ്യാനുള്ളതാണ് കണ്ടത്. പിന്നെ നമ്മൾ കെട്ടി വലിച്ച് ഇവിടെ ഗ്യാരേജിൽ കൊണ്ടുവന്നിട്ട് ലിഫ്റ്റ് കയറ്റി പൊക്കി ടാങ്ക് അഴിച്ചെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ നിറച്ചും കച്ചറയായിരുന്നു. ഡീസൽ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കിടന്ന് ഒരു 3 മാസമായിട്ട് സ്റ്റാർട്ടൊന്നും ആവാതെ ഇങ്ങനെ കിടന്ന് ഒരു മൊത്തത്തിൽ ടാങ്കിൽ കച്ചറയായിരുന്നു. പിന്നെ ആ പമ്പ് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടാങ്ക് അഴിച്ചിട്ട് ആ പമ്പ് അങ്ങ് മാറിക്കളഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമ്മളിങ്ങനെ 3-4 മാസമായിട്ടൊന്നും ഒരു വണ്ടി സ്റ്റാർട്ടാക്കാതെ ഇങ്ങനെ വെറുതെ ഇടരുത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററെങ്കിലും ഓടിച്ചിടണം. അല്ലെങ്കിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വരും.